Hello everyone, it's me Faiz from AIMS Nagpur. So ഇന്ന് നമ്മള് ചാപ്റ്റർ 15 വേവ്സ് എന്ത് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ചാപ്റ്റർ നമ്പർ 15 വേവ്സ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമുക്ക് 8 സബ് ടോപ്പിക്സിന് അണ്ടറിൽ ഇത് കാണാനുണ്ട്. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ കാണും, പിന്നെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യും അല്ലെ, മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ, ആ മെക്കാനിക്കൽ വേവ്സിൽ പിന്നെ നമുക്ക് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഓക്കെ, അതാണ് രണ്ടാമത്തെ പോർഷൻ, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് ട്രാവലിംഗ് വേവ് നമ്മൾ കാണും. പിന്നെ നമ്മൾ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് നമ്മൾ കാണും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ലൈക്ക് ഇന്റർഫറൻസ് ആൻഡ് ഓൾ വി വിൽ സി. പിന്നെ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് കാണണം. പിന്നെ ബീറ്റ്സ്, ദെൻ ലാസ്റ്റ് സൗണ്ട് വേവ്സിൽ വരുന്ന ഡോപ്ലർ ഇഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ കാണും. ഓക്കെ, യെസ്. സോ സിംപിളി ഇൻട്രൊഡക്ഷനിൽ നമ്മൾ സിംപിളി വേവ്സ് എന്താണെന്ന് പറയണമെങ്കിൽ, സിംപിളി എന്താണ് വേവ്സ്? വേവ്സ് ഇസ് ആക്ച്വലി physical transfer or flow of matter as a whole are called waves. That's all. Actually എനർജിയും മൊമെന്റും എന്ത് ചെയ്യാണ്, എനർജിന്റെയും മൊമെന്റെയും ട്രാൻസ്പോർട്ടേഷൻ ആണ് ആക്ച്വലി എന്ത് വേവ്സ്. നമുക്ക് വേണമെങ്കിൽ വേവ്സിന് നമുക്ക് അങ്ങനെ പറയാം, നമുക്ക് വേവ്സിന് വേണമെങ്കിൽ എങ്ങനെ പറയാം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ്, എങ്ങനെ പറയാം നമുക്ക്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനർജി ആൻഡ് മൊമെന്റം ആണ് എന്ത് വേവ്സ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനർജി ആൻഡ് മൊമെന്റം, അതായത് എനർജിയും മൊമെന്റും എന്ത് ചെയ്യാണ്, അത് ട്രാവൽ ചെയ്യാണ്. ദാറ്റ് ഈസ് ആക്ച്വലി വേവ്സ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേവ്സിന് പറയാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് വേവ്സിന് രണ്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് മെക്കാനിക്കൽ വേവ്സും രണ്ടാമത്തത് എന്ത്, നോൺ മെക്കാനിക്കൽ വേവ്സും. ഓക്കെ, മെക്കാനിക്കൽ വേവ്സും നോൺ മെക്കാനിക്കൽ വേവ്സും നമുക്ക് വേവ്സിന് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ, മെക്കാനിക്കൽ വേവും നോൺ മെക്കാനിക്കൽ വേവും. ഓക്കെ, നമ്മൾ വേവ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ഹെഡിങ്ങിൽ നമുക്ക് ആര് പറയാം, മെക്കാനിക്കൽ വേവ്സ്. രണ്ടാമത് നമുക്ക് എന്ത് പറയാം, നോൺ മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സും കാണും, നോൺ മെക്കാനിക്കൽ വേവ്സും കാണും. നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് വെച്ചാൽ എന്താണ്, മീഡിയം ആവശ്യമില്ല അല്ലെ, മീഡിയം ആവശ്യമില്ല നോൺ മെക്കാനിക്കൽ വേവ്സിന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആരൊക്കെ പറയാം, നമ്മള് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പഠിക്കുന്നത് നോൺ മെക്കാനിക്കൽ വേവ് ആണ്, മീഡിയം ആവശ്യമില്ല. പിന്നെ നമുക്ക് മാറ്റർ വേവ്സ് അല്ലെ, മാറ്റർ വേവ്സ് പറയാം, മാറ്റർ വേവ്സ് ഡ്യുവൽ നാച്ചറിൽ ഒന്നുകൂടി പറയും. സോ മാറ്റർ വേവ്സും EM വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും നോൺ മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുമ്പോൾ മീഡിയം ആവശ്യമുണ്ട് എന്തിന്, മെക്കാനിക്കൽ വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെ, എനർജി മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയം ആവശ്യമുള്ളതാണ് ഇത് മെക്കാനിക്കൽ വേവ്സ്. നമ്മൾ സിമ്പിൾ മെക്കാനിക്കൽ വേവ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ മെക്കാനിക്കൽ വേവ്സിനെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ, രണ്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ട്രാൻസ്വേഴ്സ് വേവ്, രണ്ടാമത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനലോ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ തന്നെയാണ് പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രാൻസ്വേഴ്സ് വേവിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, സ്ട്രിങ് വേവ് അല്ലെ. സ്ട്രിങ് വേവ്, ഒരു സ്ട്രിങ് പിടിച്ചിട്ട് അല്ലെ, സ്ട്രിങ് വേവ് കൊടുത്താല് സ്ട്രിങ് നോക്ക് അല്ലെ, യെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിൾ പറഞ്ഞാലോ, സിംപിളി നമുക്ക് ആരും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, സൗണ്ട് വേവ്സ്. ഓക്കെ, യെസ്. നമുക്ക് ഇൻട്രൊഡക്ടറി പാർട്ട് അത്രയും കാര്യങ്ങളിൽ നമുക്ക് നോക്കാനുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനും എന്ത് ചെയ്യാം, കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാം. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. യെസ്, സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് നമ്മൾ കാണും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപോകും. ഓക്കെ, യെസ്.
സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇവിടെ യെസ്. So we have seen that motion of mechanical waves involves oscillations of constituents of the medium. If the constituents of the medium oscillate perpendicular to the direction of wave propagation, we call the wave a transverse wave. ഞാൻ പറഞ്ഞ കാര്യം, അതായത് മീഡിയത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസ് പെർപെൻഡിക്കുലർലി ആണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ to the direction of wave propagation, we will call transverse wave. അല്ല, if they oscillate along the direction of wave ആണെങ്കിലോ, along the direction of wave propagation, we will call the wave a longitudinal wave. Okay. So longitudinal wave എന്താണ്? Constituents of the medium oscillate along the direction of wave propagation. ഇത് ഇനി എന്ത്? ട്രാൻസ്വേഴ്സ് വേവോ? Constituents of the medium oscillate perpendicular to the direction of wave propagation. Okay. Yes. So നമ്മൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഞാനത് എഴുതി തരാം. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലേ? യെസ്. ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് സിംപ്ലി ട്രാൻസ്വേഴ്സ് എന്താണ്? എൻസാർട്ടിൽ ബ്യൂട്ടിഫുള്ളി കൊടുത്തിട്ടുണ്ട്. എന്താണ്? Constituents of the medium oscillate perpendicular to the constituents of the medium oscillate perpendicular to the direction of wave propagation. അതാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. സോ ഡെഫിനിഷൻ ചോദിച്ചാൽ അത് പറയാം. Constituents of the medium oscillate perpendicular to the direction of wave propagation. Okay. Yes. ഇനി ഇതിലൊരു എക്സ്ട്രാ പോയിന്റ്, പുതിയൊരു പോയിന്റ് പറയാൻ പറ്റുന്നത്, transverse wave are generally harmonic wave. Transverse wave actually generally നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹാർമോണിക് വേവ് ആണ്. ജനറലി എന്ത് വേവ് ആണ്? ഹാർമോണിക് വേവ് ആണ്. സോ ഹാർമോണിക് വേവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ സൈൻ ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ആയിട്ടോ ട്രാൻസ്വേഴ്സ് വേവിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ സിംപിളി നോക്കുകയാണെങ്കിൽ, സിംപിളി ഒരു ട്രാൻസ്വേഴ്സ് വേവ് വരക്കാൻ പറഞ്ഞാൽ ഇത് പ്രൊപ്പഗേഷൻ, വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ അല്ലെ? ഇതാണ് എന്ത് വരിക? സിംപിളി എ ട്രാൻസ്വേഴ്സ് വേവ്. കറക്റ്റ്. യെസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ അവിടെ ഓൾറെഡി പറഞ്ഞു, വേവ് ഇൻ എ സ്ട്രിങ്, പിന്നെ AC കറന്റ്, ഇതൊക്കെ ട്രാൻസ്വേഴ്സ് വേവിന് എന്താണ്? എക്സാമ്പിൾ ആണ്. ഓക്കെ. യെസ്. ഇനി എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അഗെയിൻ എൻസിആർടിയിൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ മീഡിയം ഓസിലേറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അത്തരം വേവ്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തോ സൗണ്ട് അല്ലെ? സൗണ്ട് വേവ്സ്, പിന്നെയോ സ്പ്രിങ്ങിന്റെ മോഷൻ അല്ലെ? സ്പ്രിങ്ങിന്റെ മോഷൻ നോക്കിയാലും അവിടെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കാണാൻ പറ്റും. സ്പ്രിങ്ങിന്റെ മോഷൻ. ഓക്കെ. യെസ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ഞാൻ വരക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. യെസ്. ഓക്കെ. ഇങ്ങനെ വരക്കാൻ പറ്റും. ഈ ഭാഗത്തിന് നമ്മൾ എന്താ പറയുന്നത്? കംപ്രഷൻ. ഇനി ഈ റിലാക്സ് ആയിട്ടുള്ള നിൽക്കുന്ന ഭാഗത്തിന് നമുക്ക് എന്ത് വിളിക്കാം? റയർ ഫ്രാക്ഷൻ. കംപ്രഷൻ, റയർ ഫ്രാക്ഷൻ. രണ്ട് കംപ്രഷൻ അല്ലെങ്കിൽ രണ്ട് റയർ ഫ്രാക്ഷൻ അടുക്കുള്ള ലെങ്ത് ആയിരിക്കും ഇവിടെ എന്ത്? വേവ് ലെങ്ത്. സോ നമുക്ക് ഇത് ഒരു കംപ്രഷൻ, സോ അല്ലെ ഇതും കംപ്രഷൻ അല്ലേ? സോ നമുക്കൊരു വേവ് ലെങ്ത് ലാംഡ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. യെസ്. ഓക്കെ. യെസ്. ഇനി നമുക്ക് കാണാനുള്ളത് ടേംസ് ആണ്. വേവ് മോഷന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്. വേവ് മോഷൻ പറയുമ്പോൾ നമ്മൾ കുറെ ടേംസ്, പുതിയ ടേംസ് കാണേണ്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടേംസിലേക്ക് അടക്കാം. ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ആംഗുലാർ ഫ്രീക്വൻസി. സോ അതിന് ഓരോന്നോരോന്നായിട്ട് ഇവിടെ എന്ത് ചെയ്യാം? എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ടേംസ്. ഓക്കെ. ടേംസ് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ടേംസിനെ പറ്റി സംസാരിക്കാം. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് ആംപ്ലിറ്റ്യൂഡ് അല്ലെ? ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ്?
Amplitude is simple maximum displacement. Amplitude means maximum displacement of an oscillating particle. Maximum displacement of an oscillating particle from the mean position. Mean position ഉള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എന്ത്? ആംപ്ലിറ്റ്യൂഡ് അല്ലേ? നമ്മളിപ്പോ ട്രാൻസ്വേഴ്സ് വേവിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ എന്ത് വരിക? ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരിക. മെയിൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. കറക്റ്റ് അല്ലേ? യെസ്. ഇനി എന്താണ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്താണ്? ഇപ്പൊ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പറഞ്ഞുള്ളൂ രണ്ട് കംപ്രഷൻ അടക്കമുള്ള ലെങ്ത് അല്ലെങ്കിൽ രണ്ട് റെയർ ഫ്രാക്ഷൻ അടക്കമുള്ള ലെങ്ത്. ഈ ട്രാൻസ്വേഴ്സ് വേവിൽ പറയുകയാണെങ്കിലോ യെസ്, വേവ് ലെങ്ത് മീൻസ് സിംപിളി പറയുകയാണെങ്കിൽ വേവ് ലെങ്ത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് വേവ് ലെങ്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് പോയിന്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് പോയിന്റ്സ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വേവ് മോഷൻ. എന്താണ് വേവ് ലെങ്ത് എന്ന് ചോദിച്ചാൽ സിംപിളി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് പോയിന്റ്സ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വേവ് മോഷൻ. ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ വേവ് ലെങ്ത് കാണാൻ പറഞ്ഞാൽ ഞാൻ രണ്ടിതാ ഇവിടെ ഒരു പോയിന്റ് എടുത്തു അല്ലെ, ഈ പോയിന്റ് എടുത്തു, സെയിം ഫേസിലല്ലേ ഉള്ളത്, ഇതൊരു ലാംഡയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇതൊരു ലാംഡയാണ്. സോ വാട്ട് ഈസ് ലാംഡ? വാട്ട് ഈസ് വേവ് ലെങ്ത്? യെസ്, നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ. അതുപോലെ വേവ് ലെങ്തിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ലാംഡ. ലാംഡ ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വേവ് മോഷൻ. കറക്റ്റ് അല്ലേ? യെസ്. നമ്മൾ മൂന്നാമത്തെ കാണേണ്ടത് ടൈം പീരിയഡ് ആണ്. എന്താണ്? ടൈം പീരിയഡ്. ടൈം പീരിയഡ് ടി. എന്താണ് ടൈം പീരിയഡ് ടി? എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ടൈം പീരിയഡ് ടി അഗൈൻ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടൈം ടേക്കൺ. എന്തിനെടുത്ത ടൈമാണ്? കംപ്ലീറ്റ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് one oscillation about its mean position. എന്താണ് ടൈം പീരിയഡ് ടി? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് one oscillation about its mean position. Time taken to complete one oscillation about its mean position. ഇങ്ങനെ നമുക്ക് ടൈം പീരീഡ് പറഞ്ഞ നമ്മൾ അടുത്ത പറയേണ്ട ടേം ഏതാണ്? ഫ്രീക്വൻസി അല്ലെ? ഫ്രീക്വൻസി എല്ലാവർക്കും അറിയാം. എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസീസ് number of oscillations made with particular 1 second. Number of oscillation in 1 second ആണ് എന്താ ആക്ച്വലി ഫ്രീക്വൻസി. Number of oscillations in 1 second ആണ് എന്താ ആക്ച്വലി ഫ്രീക്വൻസി. നമ്മൾ ഫ്രീക്വൻസിനെ എഫ്, സ്മോൾ ലെറ്റർ എഫ് റെപ്രസെന്റ് ചെയ്യാണ്. കാരണം ഫ്രീക്വൻസി ഈസ് ഓൾവേസ് 1 ടൈം പീരിയഡ് അല്ലേ? യെസ്. ഇനി അഞ്ചാമത്തെ ഒരു പുതിയ ടേം ആണ്. എന്താണ് വേവിന്റെ സ്പീഡ്? എന്താണ് വേവിന്റെ സ്പീഡ്? വി. എന്താണ് വേവിന്റെ സ്പീഡ്? വി. സിമ്പിൾ ആണ്. വേവ് സ്പീഡ് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second. വേവ് ഒരു സെക്കൻഡില് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്ത്? വേവ് സ്പീഡ്. സോ വേവ് സ്പീഡിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? വേവ് സ്പീഡ് ഇസ് ആക്ച്വലി ഫ്രീക്വൻസി ഇൻടു ടൈം പീരീഡ്. ഓക്കെ, യെസ്. അതിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ഇക്വേഷൻ, വേവ് ഇക്വേഷൻ പറയുമ്പോൾ അതിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് ആറാമത് കാണേണ്ടത് എന്താണ്? ഫേസ്. ഫേസ് ഇസ് ആക്ച്വലി ഡെഫിനേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഫേസ് ഓഫ് എ വേവ് can be defined as a state of it which
ഡിഫൈൻസ് ഇറ്റ് പൊസിഷൻ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് മോഷൻ. സിമ്പിളി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്ത് ഫേസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ടെൽസ് അബൌട്ട് the initial state of the wave. It tells about the initial state of the wave. It tells about the initial state of wave. Phase. Correct അല്ലേ? യെസ്. ഇനി ഏഴാമത്തെ ടേം നമ്മൾ പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ വരുന്നത് ഇന്റൻസിറ്റി ഓഫ് വേവ്. ഇന്റൻസിറ്റി ഓഫ് വേവ് I. Intensity of wave I. എന്താണ് intensity of wave I? Simply amount of energy flow per unit area per unit time ആണ് വരുന്നത്. സോ നമ്മള് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ I is equal to 2 pi square f square a square rho v. Here f എന്താണ്? സ്മോൾ ലെറ്റർ f ഫ്രീക്വൻസി ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആംപ്ലിറ്റ്യൂഡ് ആണ്, v വേവിന്റെ സ്പീഡാണ്, റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് വേവ്. കറക്റ്റ്. എട്ടാമത്തെ ടേം എന്താണ്? എനർജി ഡെൻസിറ്റി. എന്താണ് എനർജി ഡെൻസിറ്റി? യു. എനർജി ഡെൻസിറ്റി യുനെ നമ്മൾ ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 2 pi square a square v square rho. Where A is the amplitude, V is the wave speed, and rho is the density of the wave. Correct അല്ലേ? സോ ഇത്രയും ടേംസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പാഠത്തിൽ ഡീൽ ചെയ്യേണ്ടത്. ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ, വേവ് ലെങ്ത് ലാംഡ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വേവ് മോഷൻ, ടൈം പീരീഡ് ക്യാപിറ്റൽ T, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ അബൌട്ട് ഇറ്റ്സ് മെയിൻ പൊസിഷൻ, frequency, number of oscillations in 1 second, wave speed, distance traveled by the wave in 1 second, phase, it tells about the initial state of the wave, intensity of the wave I is equal to 2 pi square f square a square rho v, where f is frequency, a is amplitude, rho is density, v is wave speed. Last is energy density, u, small letter u, 2 pi square a square v square rho. Okay, yes. So നമ്മൾ എന്ത് കണ്ടു? ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. ടേംസ് പരിചയപ്പെട്ട സ്ഥിതിക്ക് അടുത്ത് നമ്മൾ കടക്കേണ്ടത് ഏതിലേക്കാണ്? ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ് എന്താണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്? ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ progressive wave. Displacement relation in a progressive wave. സിമ്പിൾ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ് ആണ് നമ്മൾ കാണേണ്ടത്. ഇനി ഇപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താണ് ഈ പ്രോഗ്രസീവ് വേവ് കൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലേ? വാട്ട് ഈസ് മീൻ ബൈ എ പ്രോഗ്രസീവ് വേവ്? എന്താണ് പ്രോഗ്രസീവ് വേവ്? പ്രോഗ്രസീവ് വേവ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ വേവ് that travels from one point of the medium to another point is called പ്രോഗ്രസീവ് വേവ്. എന്താണ് പ്രോഗ്രസീവ് വേവ്? ഒരു മീഡിയത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോഗ്രസീവ് വേവ്. സോ എ വേവ് ദാറ്റ് ട്രാവൽസ് ഫ്രം വൺ പോയിന്റ് ഓഫ് ദ മീഡിയം ടു അനദർ പോയിന്റ് ഈസ് കോൾഡ് ദ പ്രോഗ്രസീവ് വേവ്. അല്ലേ? പ്രോഗ്രസീവ് വേവ് ഒന്നുകിൽ ട്രാൻസ്വേഴ്സ് വേവ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആവാം. പ്രോഗ്രസീവ് വേവ് മേ ബി ട്രാൻസ്വേഴ്സ് അല്ലെ? പ്രോഗ്രസീവ് വേവ് എപ്പോഴും ട്രാൻസ്വേഴ്സ് ആണെന്ന് നിർബന്ധമില്ല. മേ ബി ട്രാൻസ്വേഴ്സ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ. ചിലപ്പോൾ ട്രാൻസ്വേഴ്സ് ആവാം, ചിലപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ ആവാം. എന്ത്? എ പ്രോഗ്രസീവ് വേവ്. ഓക്കെ, അടുത്ത് നമുക്ക് പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷനിലേക്ക് പോകാം, അല്ലെ ഇക്വേഷനിലേക്ക് പോകാം. സോ ആദ്യം നമ്മൾ പറയേണ്ടത്
ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. ഇത് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ ഞാൻ എങ്ങനെ എടുത്തു? അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? വേവ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വേവ് ഇക്വേഷൻ എങ്ങനെ വരുന്നത്? y is equal to a is amplitude a sin omega t minus kx plus 5. y equal to a sin omega t minus kx plus 5. a sin omega t minus kx plus 5. ഓക്കെ, ഇതാണ് എന്താ വേവിന്റെ ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ പ്രോഗ്രസീവ് വേവ് വരുന്നത്. ഓക്കെ, യെസ്. നമുക്ക് ഓരോ ടേമിനും എന്താണ് നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം. എന്താണ് എ മീൻസ്? എ മീൻസ് ആംപ്ലിറ്റ്യൂഡ്. എ മീൻസ് ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ എന്താണ് നമുക്കറിയാം? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒമേഗ എന്താണ്? ഒമേഗ ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. അല്ലെ, ഒമേഗയുടെ ഇക്വേഷൻ എന്തായിരുന്നുടാ? ഒമേഗ വി നോ ദാറ്റ് ഒമേഗ ഈസ് ആക്ച്വലി 2π ബൈ ടൈം പീരീഡ് അല്ലെങ്കിൽ 2π into ഫ്രീക്വൻസി അല്ലേ? ഈ കെ എന്താണ്? ഈ കെ ആക്ച്വലി ആംഗുലാർ വേവ് നമ്പർ ആണ്, അല്ലെങ്കിൽ നമുക്ക് സിംപിളി വേവ് നമ്പർ എന്ന് പറയാം. ആംഗുലാർ വേവ് നമ്പർ. അതിന്റെ ഇക്വേഷൻ, കെന്റെ ഇക്വേഷൻ വരുന്നത് 2π by lambda. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇനി എന്താണ് ഈ ഫൈ? ഫൈ വി ഓൾ നോ. ഫൈ ഈസ് വാട്ട്? ഫൈ ഈസ് ആക്ച്വലി ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസ്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം സെപ്പറേറ്റ് എഴുതാനുണ്ട്. ഇനി വെറും ഫ്രീക്വൻസി അല്ലെങ്കിൽ ലീനിയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/t അല്ലേ? ഇനി വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? 1/λ. ഓക്കെ, വേവ് നമ്പർ 1/λ ആണ്. ഫ്രീക്വൻസി 1/t ആണ്. ആംഗുലാർ ഫ്രീക്വൻസി 2π/t. അതേപോലെ ആംഗുലാർ വേവ് നമ്പർ k, ദാറ്റ് ഈസ് 2π/λ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ എല്ലാ ടേംസും ഞാൻ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. സോ എലോങ് ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ y equal to a sin omega t minus kx plus 5. ഇനി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നെങ്കിൽ y equal to a sin omega t plus kx plus 5 ആയിട്ട് മാറും. ഓക്കെ, സിമ്പിൾ. where a is amplitude, where omega is angular frequency, omega equal to 2π/t, and k is angular wave number, k equal to 2π/λ. y is initial phase. Linear frequency is 1/t and the linear wave number is 1/λ. ഓക്കെ, അത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ലേ? യെസ്. കണ്ടോ? a is amplitude of wave, omega is angular frequency, k is angular wave number, and phi is initial phase angle. Phi is initial phase angle. NCERT-ൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ, y equal to a sin omega t minus kx plus 5 minus kx. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്ത്? ഒരു വേവിന്റെ ഫേസ് എന്ന് പറയുന്നത്. ദിസ് ഫൈ ഈസ് ആക്ച്വലി ഇനീഷ്യൽ ഫേസ് ആംഗിൾ ആണ്. ഈ ടേം ഉണ്ടല്ലോ മൊത്തത്തിൽ kx minus omega t plus 5, മൊത്തത്തിൽ ടേം നമുക്ക് ഫേസ് ഓഫ് ദ വേവ് എന്ന് പറയാം. ഫേസ് ഓഫ് ദ വേവ് എന്ന് പറയാം. ഓക്കെ, യെസ് യെസ്. പീരീഡ് നമ്മൾ കണ്ടതാണ്, ഇതൊക്കെ നമ്മൾ കണ്ടു. യെസ്, ഓക്കെ. നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ കാണാനുണ്ട്. ഇനി ഇക്വേഷൻ ക്ലിയർ ആണല്ലോ? a sin omega t minus kx plus 5. യെസ്. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയ അടുത്ത് നമ്മൾ നോക്കേണ്ടത് വേവിന്റെ സ്പീഡാണ്. വേവിന്റെ സ്പീഡ്. വേവ് സ്പീഡിന്റെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് വേവ് സ്പീഡ് ഡിപ്പെൻസ് ഓൺലി on the nature of the medium. Only on the nature of the medium in which wave propagates. വേവ് സ്പീഡ് ഉണ്ടല്ലോ ആക്ച്വലി ഒറ്റ കാര്യത്തിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്താണ് ആ കാര്യം? യെസ്, ഡിപ്പെൻസ് ഓൺലി ഓൺ ദ നാച്ചർ ഓഫ് ദ മീഡിയം. മീഡിയത്തിന്റെ നാച്ചർ, അത് മാത്രമേ വേവ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, വേവ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാവോ? v is equal to omega divided by k. omega divided by k. ആക്ച്വലി ഒമേഗന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? ഒമേഗ വി ഓൾ നോ ദാറ്റ് ആംഗുലർ ഫ്രീക്വൻസി 2π/t. എന്തായിരുന്നു?
കെ ആംഗുലാർ വേവ് നമ്പർ 2π/λ. 2π കട്ടായി പോകും. സോ നമുക്ക് വേണമെങ്കിൽ λ/t അല്ലെങ്കിൽ λ ഫ്രീക്വൻസി എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, യെസ്. സോ വേവ് സ്പീഡ് v വരുന്നത് എന്താണ്? വേവ് സ്പീഡ് v വരുന്നത് ഒമേഗ അപ്പോൺ കെ ആണ്. ഒമേഗ അപ്പോൺ കെ ആണ് എന്ത് വരുന്നത്? വേവ് സ്പീഡ് വരുന്നത് ഒമേഗ അപ്പോൺ കെ അല്ലെ. എൻസിആർടി കൊടുത്തിട്ടുണ്ട്, വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. വേവ് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് നമ്മൾ ലാസ്റ്റ് കണ്ടുവരുമ്പോൾ λ/t കണ്ട, λ/t അല്ലെങ്കിൽ ഒമേഗ അപ്പോൺ കെ വരുന്നുണ്ട്. കണ്ട, ഒമേഗ അപ്പോൺ കെ എൻസിആർടിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ തീർന്നിട്ടുള്ളത്. അതാണ് എന്ത് ഇങ്ങനെ വരുന്നത്, ഒമേഗ അപ്പോൺ ടി. കറക്റ്റ് അല്ലേ? ഒമേഗ അപ്പോൺ കെ ആണ് എന്ത്? വേവ് സ്പീഡിന്റെ ഇക്വേഷൻ ഒമേഗ അപ്പോൺ കെ. കണ്ട, ഈ ഒരു ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ അല്ലെ. എന്താണ്? കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? ഓർ ഡെൽറ്റ എക്സ് അപ്പോൺ ഡെൽറ്റ ടി എനിക്ക് ഒമേഗ ബൈ കെ എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഇസ് ആക്ച്വലി വേവ് സ്പീഡ് ഒമേഗ അപ്പോൺ കെ. വേവ് സ്പീഡ് ഈസ് ആക്ച്വലി എന്താണ് വരുന്നത്? ഒമേഗ അപ്പോൺ കെ. ഇത് വേവിന്റെ സ്പീഡാണ്. ഈക്വേഷൻ എന്തായിരുന്നു? പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഈക്വേഷൻ. ഇനി പാർട്ടിക്കിളിന്റെ സ്പീഡ് ചോദിച്ചാലോ? യെസ്, ആരെങ്കിലും ഒന്നര ചോദിക്കുകയാണ് എന്താണ് പാർട്ടിക്കിളിന്റെ സ്പീഡ്? പാർട്ടിക്കിളിന്റെ സ്പീഡ് പറയുമ്പോ അടുത്ത നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്? പാർട്ടിക്കിൾ സ്പീഡ് പറയുമ്പോ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ എങ്ങനെയാ കാണേണ്ടത്? dy/dt. ഇവിടെ y എന്തായിരുന്നു? y നമ്മൾ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ a sin ωt minus kx plus phi അല്ലെ. വളരെ ക്ലിയർ അല്ലേ? ω/k എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് വേവ് ആണ്, വേവിന്റെ സ്പീഡാണ്. പാർട്ടിക്കിളിന്റെ സ്പീഡ് പറയുമ്പോൾ നമ്മൾ dy/dt ചെയ്യണം. y is a sin ωt minus kx plus phi. സോ ഞാൻ ജസ്റ്റ് vp എന്നുള്ളതാണ്. vp മീൻസ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. സോ ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? d/dt ഓഫ് y എന്താണ് വരുന്നത്? a sin y എന്താണ് വരുന്നത്? a sin ωt minus kx plus phi അല്ലെ. ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ vp is equal to എന്തായിട്ട് വരുവാ അല്ലെ? സൈൻ ആണ്. സോ ഒമേഗ ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഒമേഗ കോൺസ്റ്റന്റ് പുറത്തു വരും. ഒമേഗ ഇൻറ്റു എ. സൈന് കോസ് ആകും. കോസ് ഒമേഗ ടി. കോസ് ആണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈ. ഇതാണ് എന്ത്? വെലോസിറ്റി ഓഫ് പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ. പാർട്ടിക്കിൾ സ്പീഡ് എ ഒമേഗ കോസ് ഓഫ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈ. അടുത്ത നമ്മൾ കാണണം പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ. പാർട്ടിക്കിളിന്റെ എന്ത് കാണാം? അടുത്തത് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ കാണാം. സോ അഗൈൻ സിമ്പിൾ. പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എ പി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ നമ്മൾ കരുതല്ലോ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ടൈം dt അല്ലേ. സോ നമുക്ക് വെലോസിറ്റി ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ എന്ത് വരും? d/dt ഓഫ് എന്തായിരുന്നു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഇക്വേഷൻ? ഒമേഗ എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈ. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അഗൈൻ സൈൻ ഫോമിലേക്ക് മാറിയില്ലേ? സോ ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സൈൻ മൈനസ് സൈനോട് മൈനസ് വരും. ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈ. ഞാൻ സൂക്ഷിച്ച് നോക്കിയേ ഈ എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈ ആക്ച്വലി വൈ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലേ? സോ ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് ആക്ച്വലി ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് റിലേഷൻ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേടാ? AP is equal to minus omega square into y. So നമ്മൾ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ കണ്ടു, a omega cos of omega t minus kx plus phi. നമ്മൾ ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ കണ്ടു, AP equal to minus omega square a sin of omega t minus kx plus phi. So ഈ a sin omega t minus kx plus phi ആക്ച്വലി എന്താണ്? y ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്.
ഡിസ്പ്ലേസ്മെന്റ് മാറ്റി എന്ത് എ പി ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ, മൈനസ് ഒമേഗ സ്ക്വയർ വൈ. എൻ സി ആർ ടിയിൽ നോക്കിയോ, എൻ സി ആർ ടിയിൽ ജസ്റ്റ് നമുക്ക് സിംപ്ലി കോൺസെപ്റ്റ്സ് ക്ലിയർ ആവാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം ചെയ്യാം. We have a wave traveling along a string ആണ്, ട്രാൻസ്വേഴ്സ് ആണ്, പ്രോഗ്രസീവ് വേവ് ആണ്, പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ഗിവൺ ആണ് അല്ലെ. y ഈക്വൽ ടു എന്താണ്, y ഈക്വൽ ടു 0.080.0x മൈനസ് 3t. സോ നമ്മളെ കയ്യിൽ എന്താണ്, വേവിന്റെ ഇക്വേഷൻ ഗിവൺ ആണ്. ആ ഇക്വേഷൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എടുത്തെഴുതാം അല്ലെ. ഇക്വേഷൻ ആദ്യം നമുക്ക് എടുത്തെഴുതാം. എന്താണ്, y is equal to, ഞാൻ സെപ്പറേറ്റ് എഴുതാൻ, y is equal to 0.005. എനിക്കതിനെ 5 into 10 raised to minus 3 എന്ന് എഴുതിക്കൂടെ. -3, 5 into 10 raised to minus 3 sin 80x minus 3t. 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 കറക്റ്റ് അല്ലേ? യെസ്. സോ നമുക്ക് ഇതിന് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ വേവ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. നമ്മൾ പഠിച്ചത് ഏത് ഇക്വേഷൻ ആണ്, y ഈക്വൽ ടു എ സൈൻ, ഇനീഷ്യൽ ഫേസ് ആംഗിൾ നോക്കുകയാണെങ്കിൽ പഠിച്ചത് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നെങ്കിൽ. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നെങ്കിലോ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് ആയിട്ട് മാറും അല്ലെ. നമുക്ക് സിംപിളി ഇങ്ങനെയും പറയാം, y is equal to, എങ്ങനെ പറയാൻ വേണ്ട, ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, y equal to a sin kx minus omega t. y is equal to a sin kx minus omega t. So kx minus omega t, okay, kx minus omega t. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, k that is 80 and omega that is 3 അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യന് കാണാൻ പറഞ്ഞ കാൽക്കുലേറ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗിവൺ. ആംപ്ലിറ്റ്യൂഡ് ഇതല്ലേ, ആംപ്ലിറ്റ്യൂഡ് 5 into 10 raised to minus 3. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കണ്ടു 5 into 10 raised to minus 3, that is 5 millimeter. അടുത്ത കാണാൻ പറഞ്ഞിരിക്കുന്നത് വേവ് ലെങ്ത്. വേവ് ലെങ്ത് നമ്മൾ എങ്ങനെ കാണുന്നത്, വേവ് ലെങ്ത് കാണാൻ ഈസി അല്ലേ, നമ്മളെ കയ്യിൽ കെ ഉണ്ടല്ലോ, കെ നമുക്ക് വേവ് ലെങ്ത്തിലേക്ക് എത്തിക്കൂടെ. We know that angular wave number is equal to 2 pi upon lambda, that is equal to 80. അതിൽ നിന്ന് ലാംഡ കാണാൻ 2 pi by 80 കണ്ടാൽ മതി. 2 pi by 80 ഇത്ര വരുന്നുണ്ട്. യെസ്. ഇനി അടുത്ത മൂന്നാമത്തെ കാണേണ്ടത് പീരീഡ് സിമ്പിൾ, ആംഗുലർ ഫ്രീക്വൻസി ഗിവൺ ആണ്. ഒമേഗ is 2 pi by 80 or t is 2 pi by omega, അങ്ങനെ കാണാൻ പറ്റും. യെസ്. Also calculate the displacement y of the wave at a distance x is equal to 30 centimeter and time t equal to 20 seconds. സിംപിളി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ കിട്ടിയ വാല്യൂസ് ഒക്കെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും, കിട്ടത്തില്ലേ? യെസ്. സോ ഇൻസെർട്ടിൽ സോൾവ് ആണ് ചോദ്യം. ഓക്കെ, അധികം ആ ഭാഗത്തായിട്ട് കടക്കുന്നില്ല. പിന്നെ വേവ് സ്പീഡ് കണ്ടു, വേവ് സ്പീഡ് ഒമേഗ അപ്പോൺ കെ നമ്മൾ കണ്ടു അല്ലെ. സ്പീഡ് കണ്ടില്ലേ? യെസ്, നമ്മൾ സ്പീഡ് കണ്ടു. ഓക്കെ, നമുക്ക് വേവ് സ്പീഡ് നമുക്ക് സെപ്പറേറ്റ്ലി സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവും കാണണം ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, പിന്നെ സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, നമ്മൾ അത് രണ്ടും കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതുവരെ ക്ലിയർ അല്ലേ? യെസ്. സോ സ്ട്രിങ് വേവിലുള്ള വെലോസിറ്റി എത്രയാണ് വരുന്നത്, സ്ട്രിങ് വേവില്? ഓക്കെ, അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്, അടുത്ത കോൺസെപ്റ്റ് എന്താ പറയുക, സ്റ്റേഷനറി വേവ്. പ്രോഗ്രസീവ് വേവ് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റേഷനറി വേവ് കാണാം. സ്റ്റേഷനറി വേവ്സ്. ഓക്കെ, എന്താണ് സ്റ്റേഷനറി വേവ്സ്? സ്റ്റേഷനറി വേവ്സ് നമുക്ക് ആദ്യം അതിന്റെ ഡെഫിനിഷൻ പഠിക്കാം. എന്താണ് സ്റ്റേഷനറി വേവ്സ്? when two waves of the same frequency, same wavelength and same amplitude. Okay, ഒരേ ആംപ്ലിറ്റ്യൂഡും ഒരേ വേവ് ലെങ്ത്തും ഒരേ ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവ് travel in opposite direction.
അല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ് ട്രാവൽ ചെയ്യാണ്. travel in opposite directions at the same speed. ഒരേ സ്പീഡിൽ at the same speed. Their superposition gives the stationary wave. Their superposition gives the stationary wave. So when two waves of the same frequency, same wavelength and same amplitude travel in opposite directions at the same speed, their superposition gives the stationary waves. Okay. ഇനി എന്താണ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്? ആദ്യം നമ്മൾ അത് പഠിക്കണ്ടേ. എന്താണ്? അടുത്ത് നമുക്ക് നോക്കാം. എന്താണ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്? ഓക്കെ, സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്. അഗൈൻ വെരി ഇമ്പോർട്ടന്റ് ആണ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്. സിംപിളി നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് നമ്മൾ സിംപിളി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമുക്കിവിടെ എന്തുണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് ഉണ്ട്. What happens when two wave pulses traveling in opposite directions cross each other? It turns out that wave pulses continue to retain their identities after they have crossed. However, during the time they overlap, the wave pattern is different from either of the pulses. Correct alle? Yes. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് പറയുന്നത്? Two pulses of equal and opposite shapes move towards each other. When the pulses overlap, the resultant displacement is the algebraic sum of the displacement due to each pulse. This is known as the principle of superposition of waves. എന്താണ് principle of superposition of waves? Two pulses of equal and opposite shapes move towards each other. When the pulses overlap, the resultant displacement is the algebraic sum of the displacement due to each pulse. This is known as the principle of superposition of waves. നമുക്ക് ഇന്റർഫറൻസ് ഒക്കെ പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് വേവ് സ്പീഡ് എന്ത് ചെയ്യാം പറയാം. വേവ് സ്പീഡ് ആദ്യം നമുക്ക് speed of a transverse wave on a stretched string പറയാം. Speed of a mechanical wave is determined by the restoring force set up in the medium when it is properties like mass density of the medium. The speed is as directly the former means directly related to the restoring force and inversely to the inertia. അല്ലേ? So mainly speed റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെയാണ്? നമുക്ക് സ്പീഡ് റിലേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? റിസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. റിസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എങ്ങനെയാണ് റിലേഷൻ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇനേഷ്യ ലൈക്ക് മാസ് ഡെൻസിറ്റി. കറക്റ്റ് അല്ലേ? യെസ്. ഫോർ വേവ്സ് ഓൺ എ സ്ട്രിങ് അല്ലെ, ഒരു സ്ട്രിങ്ങില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ഓൺ എ സ്ട്രിങ്, the restoring force is provided by the tension T in the string. സിമ്പിൾ അല്ലേ? ഒരു സ്ട്രിങ്ങിലുള്ള വേവ് എന്ന് പറയുമ്പോൾ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്? ആക്ച്വലി ടെൻഷൻ T in the string ആണ്. For waves on a string, the restoring force is provided by the tension T in the string. So waves on a string പറയുമ്പോൾ ഇവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് തന്നെയാണ്? ടെൻഷൻ T തന്നെയാണ്. Inertial property will in this case like be linear mass density. Inertial property എന്തായിരിക്കും? Will in this case be linear mass density mu. Inertial property എന്നാണ് ഇവിടെ linear mass density mu. എന്താണ് mu ഇവിടെ? Mu is actually linear mass density. Mu is what? Linear mass density. Or I can also write mu equal to m upon L, linear mass density. Okay, which is the mass m of the string divided by its length capital L.
So for waves on a string, the restoring force is provided by the tension T in the string. The initial property will in this case be linear mass density mu, which is mass of the string divided by its length L. Using Newton's laws of motion, an exact formula for the wave speed on a string can be derived. But this derivation is outside the scope of this book. നമ്മൾ ഡെറിവേഷനിലേക്ക് കടക്കുന്നില്ല. We shall therefore use dimension analysis. So നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് നോക്കിയിട്ട് എങ്ങനെ കിട്ടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് മ്യൂ കണ്ടാൽ എന്താ വരുന്നത്? ML⁻⁻1. tension T into the MLT⁻². You need to combine these dimensions to get dimension of speed LT⁻−1. Okay. Yes. ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേവിന്റെ സ്ട്രിങ്ങിലുള്ള വേവിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. എങ്ങനെ നോക്കാം. നമുക്ക് എന്ത് കാര്യങ്ങൾ അറിയാം? വേവ് സ്പീഡ് ഓൺ എ സ്ട്രിങ് അല്ലെ? വേവ്സ് ഓൺ എ സ്ട്രിങ്ങിന്റെ സ്പീഡ് അല്ലേ കാണാൻ പോകുന്നത്? നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെൻഷൻ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ ആണ്. ഇനി നമുക്ക് ടെൻഷന്റെ ഡയമെൻഷൻ നോക്കിയാൽ ടെൻഷൻ ഈസ് ഫോഴ്സ് ഓൺലി, ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ, ദാറ്റ് ഈസ് MLT⁻². MLT⁻². 1/μ. 1/μ is linear mass density, that is mass upon it, that is ML⁻⁻1. കറക്റ്റ് അല്ലേ? ML⁻⁻1 അല്ലേ മ്യൂ വരുന്നത്? യെസ്. നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 കിട്ടണം. നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കും. ഞാൻ ഇതിന് MLT⁻² ഡിവൈഡഡ് ബൈ ML⁻⁻1. സോറി, ML⁻⁻1 ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? L²T⁻², ഓർ വെലോസിറ്റിന്റെ സ്ക്വയർ ആണ് വരുന്നത്. സോ ആക്ച്വലി എന്തെടുത്താൽ മതി? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. സോ എന്ത് മനസ്സിലായി? വേവ് സ്പീഡ് V is equal to √T/μ. അതായത് √of ടെൻഷൻ ഡിവൈഡഡ് ബൈ ലീനിയർ മാസ് ഡെൻസിറ്റി മ്യൂ അല്ലേ? അങ്ങനെ നമ്മുടെ ഫോർമുലയിലേക്ക് എത്തി. കറക്റ്റ് അല്ലേ? സം കോൺസ്റ്റന്റ് is always the √of T/μ, where C is the undetermined constant of the dimension analysis അല്ലേ? ഇൻ ദ എക്സാക്ട് ഫോർമുല ജസ്റ്റ് കറക്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോ ഇൻ ദ എക്സാക്ട് ഫോർമുല ആ ഒരു കോൺസ്റ്റന്റ് ടേൺസ് ഔട്ട് ആസ് 1. സോ സിമ്പിൾ ആയി. സോ ദ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, the speed of a transverse wave on a stretched string is given by V is equal to √T/μ, where T is tension, that is the restoring force developed in the string, and μ is linear mass density. Linear mass density, or I can write μ equal to M/L. Correct? Note the important point that speed V depends only on the properties of the medium, that is T and μ. Actually, T is a property of the structured string arising due to an external force. It does not depend on wave length അല്ലെങ്കിൽ ഫ്രീക്വൻസിയോ അതുമായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, വേവ് സ്പീഡിന് ഡിപ്പെൻഡൻസി ഇല്ല. ഇൻ ഹയർ സ്റ്റഡീസ് we will come across waves whose speed is not independent of frequency of wave. Yes. Okay, we have a simple small question here. A steel wire of 0.72 meter long has a mass of 5 × 10⁻³ kg. If the wire is under a tension of 60 Newton, what is the speed of transverse wave on the wire? എല്ലാം given ആണ്. ലെങ്ത് given ആണ് 0.72 meter. മാസ് M given ആണ് 5 × 10⁻³ kilogram. ടെൻഷൻ T given ആണ് എത്ര? 60 Newton. What is the speed of the transverse waves on the wire? അല്ലെ, ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എങ്ങനെയാ കാണുന്നത്? സ്പീഡ് V is equal to √T/μ അല്ലെ? അത് നമ്മൾ ആദ്യം എന്ത് കാണണം? മ്യൂ കാണണം. ലീനിയർ മാസ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് L. മാസ് എത്രയാണ്? 5 × 10⁻³ ലെങ്ത് L എത്ര വരുന്നത്? 0.72. എനിക്ക് 72 × 10⁻² എന്ന് എഴുതിക്കൂടെ?
എഴുതാം അല്ലേ? ഇതിനൊന്ന് എങ്ങനെയാണെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത്? 5/72 അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. 5 into 10⁻⁻1 divided by 72. 500 ചെയ്താലോ? 500/72 into 10⁻³ കൊടുക്കേണ്ടി വരും അല്ലേ? 500/72 ചെയ്യുമ്പോ 72 36 അല്ലേ? 36 250 18 125 125 divided by 18. 125 divided by 18 ആണ് വരുന്നത്. 125 6 പോവോ? ഇല്ല, 3 പോവോ? 5 പോകത്തുള്ളൂ. സോ അത് കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് ടഫാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് ഇതാണ് 6.9 into 10⁻³ 6.9 into 10⁻³ വരുന്നത് 6.9 into 10⁻³ കിട്ടി. നമുക്ക് ടെൻഷൻ അറിയാം. എത്രയാണ് ടെൻഷൻ? ക്വസ്റ്റ്യനിലേക്ക് വേണമാണ്. ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദ സ്ട്രിങ് ഈസ് 60 Newton അല്ലെ? അണ്ടർ 60 Newton ആണ് ടെൻഷൻ വരുന്നത്. സോ വേവ് സ്പീഡ് v is equal to root of t divided by mu. Wave speed v is equal to root of 6t divided by 6.9 into 10⁻³ അപ്രോക്സ് പോവാണെങ്കിൽ ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് root of 60/6.9 10⁻³ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 93 meter per second ആണ്. ഇതാണ് കിട്ടുന്നത് 93 meter per second അല്ലെ? സിമ്പിൾ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് root of t/mu. അടുത്തത് സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് കാണാൻ പോകുന്നത്. സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുമ്പോൾ ആരാണ്? സൗണ്ട് വേവ്. In a longitudinal wave, the constituents of the medium oscillate forward and backward along the direction of wave, forward and backward in the direction of propagation of wave. We have already seen that sound waves travel in the compressions and rarefactions of small volume elements of air. Correct alle? The elastic property that determines the stress under compressional strain is the bulk modulus. So bulk modulus is equal to P divided by V upon V. What is V upon V? Volumetric strain. Correct. B has the same dimension as pressure and is given in SI units terms of Pascal. So the inertial property relevant for the propagation of wave in the mass density rho with the dimension ml⁻⁻3. Simple inspection reveals that quantity B upon rho has the relevant dimension. Again, നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് V is equal to C into root of B upon rho. 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 Where B is what? Where B is bulk modulus of the medium and rho is mass density. Where B is, I can say, bulk modulus of the medium. Where B, I can say, bulk modulus of the medium. Where B, I can say, bulk modulus of the medium, and rho is actually mass density. Where B is bulk modulus of the medium and rho is mass density. ഇതിൽ given ആണ്. Rho is mass density and P is bulk modulus of the medium. അപ്പോൾ velocity, വേവിന്റെ വെലോസിറ്റി ഇൻ കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഓർ ഇൻ സ്പീഡ് ഓഫ് സൗണ്ട് എത്രയാണ് വരുന്നത്? C into root of V by rho, over C കോൺസ്റ്റന്റ് 1 ആയിട്ട് വന്നു. സോ V is equal to root of P upon rho. വേവിന്റെ വെലോസിറ്റി V is equal to root of P upon rho, where P is bulk modulus of the medium, rho is mass density. So simply transverse വേവില് വെലോസിറ്റി എന്തായിരുന്നു? root of T upon mu അല്ലെ? ഇതാണ് ട്രാൻസ്വേഴ്സ് വേവില്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലോ V is equal to root of P upon rho, where rho is density and P is
ബൾക്ക് മോഡുലസ്. നമുക്ക് ഡയമെൻഷൻ ശരിയെന്തെങ്കിലും നോക്കാം. ബൾക്ക് മോഡുലസ് ആക്ച്വലി എന്താണ്? പ്രഷർ ആണ് അല്ലെ? പ്രഷറാണ് ഡയമെൻഷൻ വരുന്നത്. പ്രഷർ ആക്ച്വലി എന്താണ്? ഫോഴ്സ് അപ്പോൺ ഏരിയ. സോ MLT raised to -2 divided by L square. So ML raised to -1 T raised to -2 divided by density. Density എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ML raised to -3. കട്ടായി വരുമ്പോ എന്താന്ന്? L square T raised to -2. സോ റൂട്ട് എടുത്താൽ കറക്റ്റ് എന്ത് കിട്ടും? LT raised to -, ദാറ്റ് ഈസ് വെലോസിറ്റി, സ്പീഡ് കിട്ടും. ഓക്കെ, ഡയമെൻഷൻ വൈസ് കറക്റ്റ് ആണ്. For a linear medium like a solid bar, lateral expansion of the bar is negligible and we may consider it to be only under longitudinal strain. In that case, ഒരു സോളിഡ് ബാർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലവന്റ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, യങ് മോഡുലസ് യൂസ് ചെയ്യേണ്ടി വരും അല്ലെ? വിച്ച് ഹാസ് ദ സെയിം ഡയമെൻഷൻ ആസ് ദ ബൾക്ക് മോഡുലസ്. യെസ്. സോ സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ സോളിഡ് ബാർ, സോളിഡ് ബാർ പറയുകയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? V is equal to ബൾക്ക് മോഡുലസിന് പകരം യങ്സ് മോഡുലസ് വരും. ദാറ്റ്സ് ഓൾ. കറക്റ്റ് അല്ലേ? where Y is the യങ്സ് മോഡുലസ്. where Y എന്താണ്? where Y is the യങ്സ് മോഡുലസ്. where Y is the യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. where Y is the യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഇൻ എ സോളിഡ് ബാർ. സോളിഡ് ബാർ പറയുമ്പോൾ V is equal to root of Y by rho. സൗണ്ട് വേവ് root of B by rho. കറക്റ്റ് അല്ലേ? യെസ്. സോ ഇത്രയും കാര്യം. സോ നമുക്ക് ഇന്നത്തേക്ക് ആക്ച്വലി ഇത്ര മതി. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുതൊട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സൂപ്പർ പൊസിഷൻ ഒക്കെ ബാക്കിയാണ്. സൂപ്പർ പൊസിഷൻ, റിഫ്ലക്ഷൻ, ഡോപ്പർ എഫക്ട് നമുക്ക് എന്ത് ചെയ്യാണ്? ബാക്കിയാണ്. സോ ഇന്ന് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, യെസ്, താങ്ക് യു.